നിങ്ങളുടെ ലൈവിൽ മോഡറേറ്റേഴ്സ് ആക്കി വെച്ചിരിക്കുന്നവർ പിന്നീട് നിങ്ങളുടെ ലൈവിൽ കയറുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ലൈവ് ചെയ്യാതിരിക്കുമ്പോൾ എങ്ങനെ അവരെ മോഡറേറ്റേഴ്സിൽ നിന്നും മാറ്റാം? നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരു അടിപൊളി ലൈവ് എങ്ങനെ ചെയ്യാം, അതായത് എല്ലാ സെറ്റിംഗ്സും കൊടുത്ത് യൂട്യൂബ് ലൈവ് എങ്ങനെ അടിപൊളിയായി ചെയ്യാം. ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. ഈ വീഡിയോയിൽ ചില ആളുകൾക്ക് ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിൽ വേണ്ടുന്ന ലൈവിൻ്റെ സെറ്റിംഗ്സ് കൊടുത്തതിന് ശേഷം ഗൂഗിൾ ക്രോമിൽ ബാക്കി സെറ്റിംഗ്സ് കൊടുക്കാനായി പോകുമ്പോൾ അവർക്ക് അവിടെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള സൊല്യൂഷനാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം, പലതരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നെന്നും വരാം. ഇപ്പോൾ ഇവിടെ ചില ആളുകളെ നിങ്ങൾ മോഡറേറ്റേഴ്സ് ആക്കാറുണ്ട്, മറ്റ് ചില ആളുകളെ നിങ്ങൾ ശല്യം കൊണ്ട് ചിലപ്പോൾ ഹൈഡ് ചെയ്ത് കളയും, അതല്ലെങ്കിൽ അവരുടെ മെസ്സേജസ് റിമൂവ് ചെയ്ത് കളയും, അതുപോലെ ടൈം ഔട്ട് ചെയ്ത് കളയും. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ ഈ മോഡറേറ്റർ ആക്കിയവർ തന്നെ പിന്നീട് ശല്യക്കാരായി മാറിയാലോ, അവർ പിന്നീട് നിങ്ങളുടെ ലൈവിൽ കയറാതിരുന്ന് കഴിഞ്ഞാലോ, ഇങ്ങനെ അവർ പിന്നീട് നിങ്ങളുടെ ലൈവിൽ കയറാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ അവരെ ഈ മോഡറേറ്റർ സ്ഥാനത്ത് നിന്നും മാറ്റാം, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരെ എങ്ങനെ നമുക്ക് അൺഹൈഡ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ ഒരു ലൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സെറ്റിങ്സും ശരിയായ രീതിയിൽ കൊടുത്ത് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റീച്ചും വ്യൂസും കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവിൽ നല്ല റീച്ചും വ്യൂസും കിട്ടിയിരിക്കും. പക്ഷേ ചില ആളുകൾക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിൽ ഒന്ന് രണ്ട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു. ഇങ്ങനെ വന്നിട്ടുള്ള കമൻസിൽ ഇതേപോലെ ഒരു കമൻറ്റും ഉണ്ടായിരുന്നു, ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യരുത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. ഈ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, പകരം ഇതിനെ ഞാൻ പിൻ ചെയ്ത് വെച്ച് ഇതിന് റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും ഇതുപോലുള്ള പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ഈ കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാറില്ല. ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടണം എന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെ ചെയ്യാറുള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതേപോലെ ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിൽ ചെയ്യേണ്ട ലൈവിൻ്റെ സെറ്റിംഗ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി സെറ്റിംഗ്സ് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോകാനായി ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ബട്ടൺ കാണുമെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത്. അത് ആ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു, അതിനനുസരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തതും. പക്ഷേ പിന്നീട് പലർക്കും ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നെക്സ്റ്റ് ബട്ടൺ അല്ല കാണാൻ പറ്റുന്നത്, ഇവിടെ ഗോ ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റ് ചിലർക്ക് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കാണുന്നുണ്ട്. ആ നെക്സ്റ്റ് ബട്ടൺ കാണാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഓഡിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓഡിയൻസ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കാണിക്കും. ഈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ ഇവിടെ നോക്ക്, ഓഡിയൻസ് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ക്രീനാണ് ഇവിടെ വരുന്നത്. ഇവിടെയും നോക്ക്, ഏറ്റവും താഴെയായിട്ട് ഗോ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഗോ ലൈവിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്ക്, ലൈവിലേക്ക് പോകുന്നതിൻ്റെ കൗണ്ട് ഡൗൺ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും താഴേക്ക് നോക്കിയാൽ ഒരു ക്രോസ് ബട്ടൺ കാണിക്കുന്നുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്താൽ ഇതിനെ അങ്ങ് ക്രോസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലേക്ക് നോക്ക്, ആ ബാസ്ക്കറ്റ് കാണിക്കുന്നുണ്ട്. ആ ബാസ്ക്കറ്റിനുള്ളിൽ 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ലൈവ് ആ ബാസ്ക്കറ്റിൽ പോയി ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. ഇവിടെ നോക്കുക, ഗൂഗിൾ ക്രോമിലും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ലൈവ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റാർട്ടിംഗ് പാർട്ടിൽ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് ഞാനിവിടെ ക്ലിയർ ചെയ്തത്. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളി ലൈവ് എല്ലാ സെറ്റിങ്സും കൊടുത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല റീച്ചും വ്യൂസും അവിടെ കിട്ടുകയും ചെയ്യും. ഇനി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നോക്കാം, ഞാനിപ്പോൾ ഓൾറെഡി ലൈവിലാണ്. എനിക്ക് കുറേ കമൻസും കാര്യങ്ങളും ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കമൻസിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം, ബിസ്മി ബ്രഷ് ആൻഡ് ബ്ലൂം എന്ന് പറയുന്ന ഒരു ചാനൽ ഇട്ടിരിക്കുന്ന കമൻറ്റാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആദ്യത്തേത് മെസ്സേജസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് ബിസ്മിയെ ഒരു മോഡറേറ്റർ ആക്കി മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ആഡ് ആസ് മോഡറേറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ മാനേജിങ് മോഡറേറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ബിസ്മിയെ നമ്മൾ ഒരു മാനേജിങ് മോഡറേറ്റർ ആയിട്ട് മാറ്റുന്നു. ഇവിടെ നോക്കുക, ബിസ്മി ബ്രഷ് ആൻഡ് ബ്ലൂം ഈസ് നൗ എ മാനേജിങ് മോഡറേറ്റർ ഓഫ് യുവർ ചാനൽ. പുള്ളിക്കാരൻ നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ഈ ലൈവിൽ മാനേജിങ് മോഡറേറ്ററായി മാറിയിട്ടുണ്ട്. ഇനി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മോഡറേറ്റർ ആക്കിയിട്ടുള്ളവരെ എങ്ങനെ മോഡറേറ്ററിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ബിസ്മിയെ മോഡറേറ്റർ ആക്കിയതാണ്. അപ്പോൾ ബിസ്മിയുടെ ചാനലിൽ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, റിമൂവ് ആസ് മോഡറേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ബിസ്മി ബ്രഷ് ആൻഡ് ബ്ലൂം ഈസ് നോ ലോങ്ങർ എ മാനേജ്
മാനേജിംഗ് മോഡറേറ്റർ ഓഫ് യുവർ ചാനൽ. അദ്ദേഹം ഈ മോഡറേറ്ററിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈവിൽ നിങ്ങൾ മോഡറേറ്റർ ആക്കുന്നവർ പിന്നീട് നിങ്ങളുടെ ലൈവിൽ കയറാതിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ലൈവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് എങ്ങനെ അവരെ മോഡറേറ്ററിൽ നിന്നും മാറ്റാം, ഇതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയാൻ പോകുന്നത്. പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ നോക്കുക, ബിസ്മിയിൽ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഓഡിയൻസ് നമുക്ക് അയക്കുന്ന കമൻസിനെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണിത്. ഇതിൽ ഏറ്റവും ആദ്യത്തേത് പിൻ മെസ്സേജ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല മെസ്സേജ് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമൻസ് മുകളിലേക്കും താഴേക്കും പോകുന്നതിനോടൊപ്പം ഇത് പോകത്തില്ല, ഇത് അവിടെ തന്നെ എല്ലാവരും കാണത്തക്ക രീതിയിൽ തന്നെ ഉണ്ടാവും. അതുപോലെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്. അതായത് ആരെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ റിപ്പോർട്ടും ചെയ്യാൻ പറ്റും. അതോടൊപ്പം ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. പിന്നീടുള്ളത് റിമൂവ്. അതായത് ഒരു മെസ്സേജ് നമുക്കതിനെ ഡിലീറ്റ് ചെയ്യണം, പക്ഷേ റിപ്പോർട്ട് ചെയ്യേണ്ട. അങ്ങനെ ആണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആയി പോയിരിക്കും. ഇവിടെ നോക്ക്, ഞാൻ ഇതിനെ റിമൂവ് ചെയ്യുന്നു. ഇവിടെ നോക്ക്, മെസ്സേജ് ഡിലീറ്റഡ് ബൈ യൂട്യൂബ് ക്രിയേഷൻസ് മലയാളം എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാര്യവും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഞാനിവിടെ ഗെയിം സോൺ അജീഷ് എന്ന് പറയുന്ന മറ്റൊരു ചാനലിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്ക്, കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഓഡിയൻസ് അനാവശ്യമായ മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ ഈ മെസ്സേജ് അയക്കുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈം ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, 10 സെക്കൻഡ് മുതൽ 24 മണിക്കൂർ വരെ സമയത്തേക്ക് നമുക്ക് ഇവരെ മെസ്സേജ് അയക്കുന്നതിൽ നിന്നും ടൈം ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ 10 സെക്കൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കുക, ഗെയിം സോൺ അജീഷ് ഹാസ് ബീൻ ടൈംഡ് ഔട്ട് ഫോർ 10 സെക്കൻഡ്സ്. അതായത് 10 സെക്കൻഡ് സമയത്തേക്ക് പുള്ളിക്കാരൻ നമുക്ക് ഈ കമൻറ്റ് ഇടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും കമൻറ്റ് ഇടാൻ പറ്റും. പക്ഷേ ടൈം ഔട്ട് കഴിഞ്ഞ് വീണ്ടും അവർ തിരിച്ചു നമ്മുടെ ലൈവിൽ വന്ന് ഇതേപോലെ അനാവശ്യമായ കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അവരെ നമുക്ക് എപ്പോഴത്തേക്കുമായിട്ട് നമ്മുടെ ഈ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്ത് നിർത്താൻ പറ്റും. ഇവിടെ നോക്കുക, ഏറ്റവും താഴെയായിട്ട് ഹൈഡ് യൂസർ ഓൺ ദിസ് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് അവരെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈവിൽ നിന്നല്ല, നമ്മുടെ ഒരു വീഡിയോസിലും അവർക്ക് പിന്നീട് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഹൈഡ് ചെയ്യുന്നവരെ പിന്നീട് നമുക്ക് തോന്നുകയാണ്, ഓ അവരെ തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ തോന്നുകയാണെങ്കിൽ അവരെ എങ്ങനെ അൺഹൈഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ലൈവിൽ മോഡറേറ്റേഴ്സ് ആയിരുന്നവർ പിന്നീട് നമ്മുടെ ലൈവിൽ കയറാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ലൈവ് ചെയ്യാതിരിക്കുമ്പോൾ എങ്ങനെ അവരെ മോഡറേറ്ററിൽ നിന്നും മാറ്റാം, ആ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് വരിക. ഗൂഗിൾ ക്രോമിൽ നമ്മൾ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നോക്കുക, എൻ്റെ ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഇതിനെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്തിട്ട് ഇവിടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കുക, ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ സെറ്റിങ്സിൽ ഇതിനെ ഒന്ന് ചെറുതായിട്ട് സൂം ചെയ്തിട്ട് ഇവിടെ സൈഡിലായിട്ട് നോക്കുക, കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കമ്മ്യൂണിറ്റി മോഡറേഷനിൽ ഏറ്റവും മുകളിലുള്ള ടാബ്സിൽ നടുക്കത്തെ ടാബ് യൂസർ മാനേജ്മെൻറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. മാനേജിങ് മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയൊക്കെ മോഡറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ മാനേജിങ് മോഡറേറ്ററിൽ അവരാരൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയൊക്കെ സ്റ്റാൻഡേർഡ് മോഡറേറ്ററാക്കി വെച്ചിട്ടുണ്ടോ അവരെയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരിൽ ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ കയറുന്നില്ല, അവരെ നമുക്കിനി മോഡറേറ്ററായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ മോഡറേറ്ററുടെ പേര് കാണിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു ക്രോസ് ബട്ടൺ ഉണ്ട്. അതിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്യുക. അവർ റിമൂവ് ആവും. അവരിനി മുതൽ മോഡറേറ്റർ അല്ല. അടുത്തത് ഇദ്ദേഹത്തെ നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്യുന്നു. അതുപോലെ സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സിൽ കുമ്പിളാഡൻസ് വ്ലോഗ്, അദ്ദേഹത്തെ നമ്മൾ ഇതേപോലെ ക്രോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവർ ആരും നമ്മുടെ മോഡറേറ്റേഴ്സ് അല്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ക്രോസ് ചെയ്ത് കാണിച്ചതാണ്. നിങ്ങൾക്ക് ആരെയാണോ റിമൂവ് ചെയ്യേണ്ടത് അവരെ മാത്രം നിങ്ങൾ ക്രോസ് ചെയ്ത് റിമൂവ് ചെയ്യുക. ഇനി ഇവിടെ കുറച്ച് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഹിഡൻ യൂസേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആരെയൊക്കെയാണോ നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാനലിൽ നിന്ന്, അതായത് ആരൊക്കെയാണോ നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോസിലും ഇപ്പോൾ കമൻറ്റ്സ് ഇടാൻ പറ്റാത്തത്, അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെ നമുക്ക് ഇതേപോലെ ഇനി വീണ്ടും അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അൺഹൈഡ് ആവും. ഇനി മുതൽ അവർക്കും നമ്മുടെ ചാനലിൽ കയറി വീഡിയോസിലും ലൈവിലും കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ താഴേക്ക് വരിക. ഇവിടെ നമുക്ക് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അവർ അവിടെ തന്നെ ഉണ്ടാവും. ഹൈഡ് ആയവർ ഹൈഡായിട്ടും മോഡറേറ്റേഴ്സ് ആയവർ മോഡറേറ്റേഴ്സ് ആയിട്ട് തന്നെ ഇരുന്ന് പോകും. അപ്പോൾ സേവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇതല്ലാതെ കംപ്ലീറ്റ് സെറ്റിങ്സും ശരിയായ രീതിയിൽ കൊടുത്ത് എങ്ങനെ ലൈവ് ചെയ്യാം ആ ഒരു വീഡിയോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ട് ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ ലൈവ് ലൂപ്പ് എങ്ങനെ ചെയ്യാം അതിനുള്ള 3 തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയും ഈ ലൈവ് ലൂപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വീഡിയോയും കാണുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.